ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഷു സ്പെഷ്യൽ പായസമാണ്. മിക്സഡ് ഫ്രൂട്ട് പായസം. നല്ല ക്രീമി ആയിട്ടുള്ള വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്ന ഒരു പായസമാണിത്. എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പം ഞാനും മോളും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പം ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് കാരമലൈസ് ചെയ്ത് വരട്ടെ. ആ സമയത്ത് തന്നെ നമുക്ക് അടുത്ത അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് ചൗവരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടാൽ മതി. കുറച്ചൊന്ന് അടച്ചും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. തീ കുറച്ച് അവിടെ ഇരിക്കട്ടെ. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അത് വെന്ത് വന്നോളും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. സമയമൊന്നും കൺസ്യൂം ചെയ്യില്ല. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇതാ നല്ല ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് കളർ ആവരുത്, ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. അത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 380 ഗ്രാമിൻ്റെ ഒരു ടിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ തീ ഓഫാക്കിയിട്ടാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ഒഴിച്ചത്. ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ആ മിൽക്ക് മെയ്ഡും കൂടെ നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. നമ്മളത് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് നല്ല ഡാർക്ക് കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് പഞ്ചസാരയൊക്കെ ചെറുതായിട്ട് കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇളക്കിയാൽ മതി. ആ മിൽക്ക് മെയ്ഡ് ഒന്ന് കാരമലൈസ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഡാർക്ക് കളർ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ പാലാണ് എടുത്തത്. അതിൽ നിന്ന് 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മുഴുവനും ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും അതിൽ പഞ്ചസാര കട്ട പിടിച്ചതെല്ലാം അങ്ങ് മെൽട്ടായിക്കോളും. ചൂടായി വരുമ്പോൾ തന്നെ അതങ്ങ് മെൽട്ടായിക്കോളും. ഇതിപ്പോൾ തിളച്ചിട്ടില്ല, അതിന് മുമ്പ് തന്നെ അത് മെൽട്ടായിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ചൗവരി അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടില്ല, എന്നാൽ 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വായിലെടുത്ത സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം വെന്തിട്ടുണ്ട്. 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അത് മതി. നല്ല വെള്ളമൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം അങ്ങ് ഊറ്റിക്കളയാണ്. അപ്പോൾ ആ വെള്ളത്തിന് ചിലപ്പോൾ ചില സാബൂനരിക്കൊക്കെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ വെള്ളം അങ്ങ് ഊറ്റി കളഞ്ഞിട്ട് എടുക്കുകയാണ് നല്ലത്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 1/2 കപ്പ് പാലില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് സാബൂനരി എല്ലാം വേറെ വേറെ തന്നെ കിടന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കട്ട പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരി അല്ലെങ്കിൽ സാബൂനരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതവിടെ ഇരുന്ന് കുറച്ച് സമയം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് തന്നെ സാബൂനരി ബാക്കി വേവാനുള്ളത് വെന്ത് നല്ല ട്രാൻസ്പെറൻ്റ് ആയി വരും. പാലൊന്ന് കുറുകി വരികയും ചെയ്യും. നമ്മളിനി പഴം എടുത്തിട്ട് വാ. നമുക്ക് ഫ്രൂട്ട്സ് ഇത് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് പഴം മുറിച്ച് ഇട്ട് വരാം. പഴം മാത്രമല്ല, നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്. ഒരുപാട് പുളിയുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കേണ്ട. മുന്തിരിയൊക്കെ ഒരുപാട് പുളിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അതായത് ഇപ്പം പഴത്തിന് നല്ല മധുരമാണ്, ആപ്പിൾ നല്ല മധുരമാണ്. പൈനാപ്പിൾ പക്ഷേ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഇച്ചിരി പുളിയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ പൈനാപ്പിൾ നമ്മൾ എടുക്കുന്നുണ്ട്. കിവി ഫ്രൂട്ട്, പിന്നെ കിവി. ചിക്കുവിൻ്റെ ഫേവറേറ്റ് ആണ് കിവി. അപ്പോൾ കിവി ഞാൻ ഒരെണ്ണം എടുക്കുന്നുണ്ട്. കിവി ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നേന്ത്രപ്പഴം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് കളറുള്ള നാരില്ലേ, അത് നമ്മളൊന്ന് എടുത്ത് കളയട്ടോ. പായസത്തിന് ചിലപ്പം അതിങ്ങനെ കടിക്കാനായിട്ട് കിട്ടും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു 1/2 കപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയ പഴവും കൂടെ, പൂവമ്പഴമാണ്, ഞാലിപ്പൂവമ്പഴം കൂടെ നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അത് ഏകദേശം ഒരു 1/4 കപ്പൊക്കെ ഉണ്ട്. അത് മതി. പിന്നെ എടുക്കുന്നത് നമ്മൾ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിളാണ്. പൈനാപ്പിളിൻ്റെ ആ കട്ടിയുള്ള പോർഷൻ കണ്ണൊക്കെ എടുത്ത് കുത്തിക്കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. പൈനാപ്പിളും 1/2 കപ്പ് ആണുള്ളത്. അതുപോലെ നമ്മൾ അടുത്തെടുക്കുന്നത് കിവിയാണ്. ഒരു കിവി എടുത്തിട്ടുണ്ട് കേട്ടോ. കിവി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കിവിക്ക് ഒരുപാട് പുളിയുള്ള കിവിയാണെങ്കിൽ ഇടാതിരിക്കുകയാണ് നല്ലത്. ഇതിന് വലിയ പുളിയില്ല, നല്ല അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള കിവിയാണ്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അതൊരു 1/4 കപ്പുണ്ട്. ഇനി നമ്മൾ ഒരു ആപ്പിള് തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുന്നുണ്ട്. ആപ്പിൾ അവസാനം ഇടാം. അപ്പോൾ ആ സമയത്ത് കട്ട് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പാല് പാട കിട്ടും. ഇപ്പം പാല് കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ചൗവരിയൊക്കെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അത് മതി. ഇനി നമുക്കിത് ഓഫാക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒരുപാട് തിക്കായി പോകരുത്. കാരണം നമ്മളിത് ഇരുന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ തിക്കായി വരും. കാരണം നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ നല്ലപോലെ ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ നല്ല ക്രീമി ആയിട്ടാണുള്ളത്. പക്ഷേ കുറച്ച് ലൂസായിട്ടാണുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അതവിടെ മാറ്റി വെച്ചേക്കാം. ഇനി നമുക്കൊരു കടായിലേക്ക്
നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പഴം മുറിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കണം. ആദ്യം നേന്ത്രപ്പഴം ഇട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം ബാക്കിയെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പൂവൻപഴം മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ നമ്മൾ അടുത്തതിടുന്നത് പൈനാപ്പിൾ അരിഞ്ഞതാണ്, ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. അതൊരു 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ ചെറുതായിട്ട് നുറുക്കിയതാണ്, അതും ഇട്ട് കൊടുക്കാം. അതും 1/2 കപ്പാണുള്ളത്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ആ പഞ്ചസാരയിൽ കിടന്ന് ഇതും വിളഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അതൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് കിവി മുറിച്ച് വെച്ചത് അതോടെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഫ്രൂട്ട്സ് ഒരുപാട് ആയി പോകരുത്, ഈ ഒരു അളവിൽ മാത്രം ഫ്രൂട്ട്സ് മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പായസം പോലെ ഉണ്ടാവില്ല, പുഴുങ്ങി വെച്ചതുപോലെ ഉണ്ടാവും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കഷ്ണങ്ങൾ വേണം, എന്നാൽ അതേ സമയത്ത് പായസം നമുക്കത് കുടിക്കാനായിട്ട് കിട്ടുകയും വേണം. ആ തരത്തിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതോടിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അന്ന് ഫ്രൂട്ട്സൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ശരിക്കും നല്ല മണം കേട്ടോ. ഈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ നെയ്യിലിങ്ങനെ വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും പഴം മാത്രമാണ് നല്ലൊരു, പഴത്തിൻ്റെ മാത്രമല്ല നല്ലൊരു സ്മെല്ലാണ്, എല്ലാ ഫ്രൂട്ട്സിൻ്റെയും കൂടെ ഉള്ളൊരു സ്മെല്ല് വരുന്നത്. അത് മതി. ഇനി നമുക്കിതങ്ങ് മാറ്റി വെച്ചേക്കാം. ഒന്ന് തണുത്ത് വരട്ടെ കേട്ടോ. പൈനാപ്പിളും കിവിക്കും ഒക്കെ ചെറിയ പുളിപ്പുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രണ്ടും കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സും പായസം മിക്സും അത്യാവശ്യം തന്നെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ രണ്ട് സെറ്റും അത്യാവശ്യം തണുത്തിട്ടുണ്ടോ. ഒരുപാടൊക്കെ തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറിയ ചൂടോടുകൂടി മിക്സ് ആക്കിയാലും പ്രശ്നമൊന്നുമില്ല. എന്നാലും കുറച്ച് തണുത്തിട്ട് ചെയ്യുന്നതാണ് കുറച്ച് സേഫ് അല്ലേ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ഈ ഫ്രൂട്ട്സ് ഈ പായസത്തിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കറക്റ്റ് അളവാണ് ഫ്രൂട്ട്സിൻ്റെ. പിന്നെ ഇതിൽ ഏത് ഫ്രൂട്ട്സ് വേണേലും ഇടാം, പക്ഷെ നമ്മൾ പോമഗ്രാനേറ്റ് ഇടണ്ട കേട്ടോ. പോമഗ്രാനേറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കുരു ഉണ്ടാവും, നമുക്ക് പായസത്തിന് അത് ഒരു ചേരായിക പോലെ തോന്നും. അതുപോലെ കുരുവുള്ള മുന്തിരി ഇടാതിരിക്കുക, അത് ഒരുപാട് പുളിയുള്ള ഫ്രൂട്ട്സ് ഇടാതിരിക്കുക. അത്യാവശ്യം നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് തന്നെ ഉപയോഗിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. പിന്നെ ഇത്രയും ഫ്രൂട്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറും പഴവും പൈനാപ്പിളും മാത്രമായാലും മതി. ഇതുണ്ടോ കൺസിസ്റ്റൻസി, കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. നമുക്ക് പായസം ഇങ്ങനെ കുടിക്കാനുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഇതും നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ആ മധുരമൊക്കെ ബാലൻസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ ഏലക്ക പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഏലക്ക ചേർക്കുമ്പോൾ ഏലക്കയുടെ ഫ്ലേവർ വരും. ഇതിപ്പം മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അതൊന്ന് വീർത്ത് വരട്ടെ. ഇത് മതി. ഇനി നമുക്കിത് നേരെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യൽ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എടുത്തുകൊണ്ട് പോട്ടെ. ഇതുണ്ട് നല്ല ക്രീമി ആയിട്ടുള്ള പായസമാണ്. മിൽക്ക് മെയ്ഡൊക്കെ കാരമലൈസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള പായസം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മണമാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ചെറിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. എനിക്ക് മണം അടിച്ചപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി കേട്ടോ, ശരിക്കും ഭയങ്കര ടേസ്റ്റി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അതാ ഉണ്ടോ കഴിക്കുന്നുണ്ടോ, പറയാനൊന്നും നേരമില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. പ്രത്യേകിച്ച് ഈ വിഷുവിന് ഒരു മിക്സഡ് ഫ്രൂട്ട് പായസം, അതായത് നമ്മളിപ്പോൾ കണിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് പല ഫ്രൂട്ട്സൊക്കെ ചേർത്തുണ്ടാക്കിയ പായസം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.